സങ്കീർത്തനം 91:15. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെ ഇരിക്കും. ഈ വചനം കേട്ട് ദൈവമക്കൾ രണ്ട് കരം ഉയർത്തി കരം തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ലഞ്ചന ശകാലദണ്ഡനദ ബലജബരക്കാലദണ്ഡനദബ ടി 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 ടി. ദൈവം അരുളി ചെയ്യുന്ന, നീ കഷ്ടത്തിലാകുമ്പോൾ ദൂരെ ഒതുങ്ങി നിന്ന് കൈകെട്ടി ചിരിക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. നീ കഷ്ടത അനുഭവിക്കുമ്പോൾ നിന്റെ കൂടെ ഇരിക്കുന്ന ദൈവം. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു നീതിമാന്റെ ജീവിതത്തിൽ കഷ്ടത കടന്നു വരുമ്പോൾ അതുകൊണ്ട് അവന് നാശമല്ല, അവന് ഗുണമാണ്. ഈ കഷ്ടത ഒരു ദൈവഭക്തന്റെ ജീവിതത്തിൽ വരുമ്പോൾ അത് നേരിടുന്നത് എങ്ങനെയാണ്? എങ്ങനെ? മന്ത്രവാദം ചെയ്താണോ? വേളാങ്കണ്ണിക്ക് പോയിട്ടാണോ? വിഗ്രഹം ചുംബിച്ചിട്ടാണോ? പൂജകൾ നടത്തിയിട്ടാണോ? വേദ പുസ്തകം നമ്മ പഠിപ്പിക്കുന്ന കഷ്ടം വരുമ്പോൾ സഹിക്ക. 2 തിമോത്തിയുസ് 4:5 തിമോത്തിയുസിന് പൗലോസ് പ്രബോധനം നൽകുന്ന, മകനെ കഷ്ടം വരുമ്പോൾ അത് സഹിക്ക. കഷ്ടം വരുമ്പോൾ സഹിക്ക. എന്തുകൊണ്ട് കഷ്ടം? കള്ളു കുടിച്ചത് കൊണ്ട് വരുന്ന കഷ്ടം അല്ല, വേശ്യത്തനം പ്രവർത്തിച്ചത് കൊണ്ടുള്ള കഷ്ടമല്ല, സിനിമ നോക്കാൻ പോയത് കൊണ്ടുള്ള കഷ്ടതയല്ല, കൈക്കൂലി വാങ്ങിച്ചത് കൊണ്ടുവരുന്ന കഷ്ടതയല്ല. അതേ തിമോത്തിയുസിന് ലേഖനം 2 തിമോത്തിയുസ് 1:8 പൗലോസ് ആഹ്വാനം നൽകുന്ന, സുവിശേഷണ പ്രവർത്തനം മുഖാന്തരമായി ഉണ്ടായ കഷ്ടം സഹിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. രണ്ടാമത് വേദ പുസ്തകം നമ്മ പഠിപ്പിക്കുന്ന കഷ്ടത ഒരു ദൈവഭക്തന്റെ ജീവിതത്തിൽ വരുമ്പോൾ അവൻ ചെയ്യേണ്ട കാര്യം യാക്കോബ് എഴുതിയ ലേഖനം 5:13 രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന, കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ. കഷ്ടം അനുഭവിക്കുന്നവൻ കള്ളു കുടിക്കട്ടെ എന്നല്ല. കഷ്ടം അനുഭവിക്കുന്ന മന്ത്രവാദിയെ കാണാൻ പോകട്ടെ എന്നല്ല. വേദ പുസ്തകം നമ്മ പഠിപ്പിക്കുന്ന, കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ. ആമേൻ. ആരോട് പ്രാർത്ഥന? അവിടെയാണ് പലരുടെ നെഞ്ച് ഇടിക്കുന്നത്. ഞങ്ങളും പ്രാർത്ഥിക്കുന്നവർ തന്നെ. ആരോട് പ്രാർത്ഥന? കഴിവുള്ളവനോട് പ്രാർത്ഥിക്കണം. ആമേൻ. കഴിവുള്ളവനോട് പ്രാർത്ഥിക്കണം. ജെറേമിയ 2:28 വായിക്കാം. ജെറേമിയ 2:28. നീ ഉണ്ടാക്കിയിട്ടുള്ള നിന്റെ ദേവന്മാർ എവിടെ? കഷ്ടകാലത്ത് നിന്നെ രക്ഷിപ്പാൻ അവർക്ക് കഴിവുണ്ടെങ്കിൽ അവർ എഴുന്നേൽക്കട്ടെ. ഹല്ലേലൂയ. ദൈവങ്ങൾ 2 തരത്തിലാണ് അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന. ഒന്ന്, മനുഷ്യർ ഉണ്ടാക്കിയ ദൈവങ്ങൾ. 2, മനുഷ്യരെ ഉണ്ടാക്കിയ ദൈവം. ഹല്ലേലൂയ. മനുഷ്യർ ഉണ്ടാക്കിയ ദേവന്മാർ, അവർക്ക് കഴിവില്ല. പ്രാർത്ഥന കേട്ട് മറുപടി നൽകുവാൻ മനുഷ്യരെ ഉണ്ടാക്കിയ ക്രിസ്തുവിന് കഴിവുണ്ട്. അവനോട് പ്രാർത്ഥിക്കുക. കാരണം ഒന്ന്, നാം കഷ്ടപ്പെടുമ്പോൾ അവനും കഷ്ടപ്പെടുന്നു. ഐശയ്യ 63:9. അവരുടെ കഷ്ടതയിൽ ഒക്കെയും അവൻ കഷ്ടപ്പെട്ട്. നാം കഷ്ടപ്പെടുമ്പോൾ അകന്ന് നിന്ന്
നോക്കി നിൽക്കുന്ന ദൈവമല്ല. നാം കഷ്ടപ്പെടുമ്പോൾ അവനും കഷ്ടപ്പെടുന്നു. മർക്കോസ് 16-ാം അധ്യായം 19-ാം വചനത്തിൽ സ്വർഗാരോഹണം ചെയ്ത യേശു കർത്താവ് പിതാവിന്റെ വലതുഭാഗത്തിൽ പോയി ഇരുന്ന ദൈവം സ്തീഫാനോസ് സത്യത്തിന്റെ സാക്ഷിയായി കല്ലറി കൊള്ളുമ്പോൾ അപ്പോസ്തല പ്രവൃത്തികൾ 7-ാം അധ്യായം 55-ാം വചനം നമ്മെ പഠിപ്പിക്കുന്നു. ഇരുന്ന കർത്താവ് പിതാവിന്റെ വലതുഭാഗത്ത് എഴുന്നേറ്റ് നിന്ന്. ഹല്ലേലൂയ. നാം കഷ്ടപ്പെടുമ്പോൾ അവനും കഷ്ടം സഹിക്കുന്നു. ആകയാൽ പ്രിയമുള്ളവരെ, ഒരുത്തൻ കഷ്ടം അനുഭവിക്കുന്നു എങ്കിൽ അവൻ പ്രാർത്ഥിക്കട്ടെ. പ്രാർത്ഥിക്കുമ്പോൾ ഒരു സുഖം തോന്നുന്നു, അത് ഉറക്കം തോന്നുന്നു. യേശുവോട് പ്രാർത്ഥിച്ചാൽ ഉള്ളിലൊരു സുഖം തോന്നും. അതുകൊണ്ടാണ് യാക്കോബ് 5:13 നമ്മ പഠിപ്പിക്കുന്ന സുഖം തോന്നുന്നവൻ പാട്ടുപാടട്ടെ. പാട്ടുപാടുമ്പോൾ സ്തുതി പുറപ്പെടുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായം 25-ാം വചനത്തിൽ കഷ്ടത വന്നപ്പോൾ പൗലോസും ശീലാസും പാട്ടുപാടി സ്തുതിച്ച്, നാം ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവശക്തി ഇറങ്ങുമ്പോൾ ജയിലിന്റെ അടിസ്ഥാനം കുലുങ്ങും. ഹല്ലേലൂയ. നാം കഷ്ടതയിലാകുമ്പോൾ അതിന്റെ ഫലം നാം ബലം പ്രാപിക്കുന്നു. അതുകൊണ്ടാണ് 100 ആണ്ടുകൾ മക്കളില്ലാതിരുന്നിട്ടും റോമർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 19-20 വചനങ്ങൾ നമ്മ പഠിപ്പിക്കുന്ന ആബ്രഹാം ക്ഷീണിച്ചില്ല. ആബ്രഹാം വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. കഷ്ടം സഹിക്ക. ഒരു നാട്ടിൽ ഒരു അപ്പൂപ്പനും അമ്മച്ചിയും ജീവിച്ചിരുന്നു. അപ്പൂപ്പൻ പിശുക്കൻ. അപ്പൂപ്പന്റെ സ്വഭാവം ദുഷ്ട സ്വഭാവം. അപ്പൂപ്പൻ അധികം ഭക്ഷണം കഴിക്കും. അപ്പൂപ്പനെ കൊണ്ട് ഈ അമ്മുമ്മയ്ക്ക് ശല്യമാണ്. ഈ അമ്മുമ്മ തീർമാനിച്ച് ഇയാളെ വിട്ടു ഒന്ന് രക്ഷപ്പെട്ട് കിട്ടിയാൽ ദൈവമേ നന്നായിരിക്കും. ഒരാൾ പറഞ്ഞു കൊടുത്ത ആലോചന പ്രകാരം ഒരു വലിയ കുട്ട വാങ്ങി ഇയാളെ അറിയാതെ അത്യാവശ്യമായ സാധനങ്ങൾ കൊട്ടയിൽ നിറച്ച് നാടുവിടാൻ വേണ്ടി. അങ്ങനെ അങ്ങും ഇങ്ങും നോക്കി മൂപ്പൻ നോക്കുന്നുണ്ടോ? അമ്മച്ചി കൊട്ടയുമായി സ്ഥലം വിട്ട് പോകുന്ന വഴിയിൽ കൊട്ടയിലെ ഒരു അനക്കം. അത് താഴെ ഇറക്കി വെച്ചിട്ട് നോക്കിയപ്പോൾ മൂപ്പൻ അതിൻ്റെ അകത്തുണ്ട്. കഷ്ടതയെ കണ്ട് ഒളിച്ചോടുന്നുവോ? കഷ്ടതയെ കണ്ട് നീ ഒളിച്ചോടുന്നുവോ? കഷ്ടം സഹിക്ക. കഷ്ടം വരുമ്പോൾ പ്രാർത്ഥിക്കുക ദൈവ പൈതലേ. ആമേൻ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 29-ാം വചനത്തിൻ പ്രകാരം പുതിയ നിയമ ഭക്തന്മാർക്ക് കഷ്ടത ദൈവം നൽകിയ ഒരു വരമാണ്. എന്നു തീരും എന്റെ കഷ്ടം എന്നീ മണ്ണിലേ, എന്നോ തീരും എന്റെ കഷ്ടം എന്നീ മണ്ണിലേ, അന്നു മാറുമെന്റെ ദുഃഖം നിശ്ചയം തന്നെ. അന്ന് തന്റെ ശുദ്ധരുത്ത് പാടി ആർക്കുമേ, അന്ന് തന്റെ ശുദ്ധരുത്ത് പാടി ആർക്കുമേ, എന്നെനിക്ക് സാധ്യമോ മകൾ സമ്മേളനം, എന്നെനിക്ക് സാധ്യമോ മകൾ സമ്മേളനം.
ആമേൻ. യേശുവോട് ചേർന്നിരിപ്പ് എത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതൊറ്റ ഭാഗ്യമേ. ആമേൻ. യേശുവോട് ചേർന്നിരിപ്പ് എത്ര മോദമേ. അഗ്നി, യേശുവിനായി അഗ്നി, അഗ്നി. നല്ലവനെ വല്ലവനെ പൊന്നു കാണ്ടനെ. കരമുയർത്തി അടി, കരമുയർത്തി കരമടിച്ച് പാടുക. നല്ലവനെ വല്ലവനെ പൊന്നു കാന്തനെ അല്ലീക്കനെന്നു ചേർത്തിടുമന്നെ. ധന്യമില്ല മോടത്തോട് വീണകളേണ്ടി, ധന്യമില്ല മോടത്തോട് വീണകളേണ്ടി. ഹല്ലേലൂയ ഗാനം പാടി. അഗ്നി, 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 അഗ്നി. എനിക്ക് കഷ്ടമാണ്, എന്റെ ആത്മീയ ജീവിതത്തിൽ എനിക്ക് കഷ്ടമാണ്. ഭർത്താവ് മുഖാന്തരം എനിക്ക് കഷ്ടമാണ്, ഭാര്യ മുഖാന്തരം എനിക്ക് കഷ്ടമാണ്, പാസ്റ്റർ മുഖാന്തരം എനിക്ക് കഷ്ടമാണ്, മക്കൾ മുഖാന്തരം എനിക്ക് കഷ്ടമാണ്, ഇവിടത്തെ നിയമ മുഖാന്തരം എനിക്ക് കഷ്ടമാണ്. യേശുവിന്റെ ഭയപ്പെട്ട് ജീവിക്കുന്ന മുഖാന്തരം എനിക്ക് കിട്ടുന്നത് കഷ്ടമാണ് എന്ന് നിലവിളിക്കുന്ന ദൈവ പൈതലേ, നിന്റെ ഭാരം അവന്റെ മേൽ വെച്ചുകൊള്ളുക, യേശുവിന്റെ മേൽ വെച്ചുകൊള്ളുക. അവൻ നിന്നെ പുലർത്തും, അവൻ നിന്നെ പുലർത്തും, അവൻ നിന്നെ പുലർത്തും. കഷ്ടതയിൽ പ്രയാസത്തിൽ അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു. കഷ്ടതയെ ധരണം ചെയ്യാനുള്ള ശക്തി ദൈവ പൈതലെ നിന്നിൽ ഇറങ്ങുന്നു. സുജാത, 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 ഒരു കുടുംബത്തിന്റെ ഭാരം മൊത്തമായി ചുമക്കുന്ന സുജാത, സ്വർഗത്തിലെ ദൈവം അരുളി ചെയ്യുന്നു, ഈ ആണ്ട് നിനക്ക് അനുഗ്രഹത്തിന്റെ ആണ്ടാണ്, അനുഗ്രഹത്തിന്റെ ആണ്ടാണ്. അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു, ദിവ്യ ശക്തി വ്യാപരിക്കുന്നു. എല്ലാരിലും, 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 എല്ലാരിലും. ആമേൻ, ആമേൻ, ആമേൻ. കേൾവി ശക്തി നഷ്ടപ്പെട്ട 6 വ്യക്തികളെ കർത്താവ് ഇപ്പോൾ തുടർന്ന് നഷ്ടപ്പെട്ട കേൾവി ശക്തി ഇപ്പോൾ മടക്കി കിട്ടുന്നു. ഹീലിംഗ് പവർ, ഹീലിംഗ് പവർ, ഹീലിംഗ് പവർ, ഹീലിംഗ് പവർ, ഹീലിംഗ് പവർ, ഹീലിംഗ് പവർ. നിങ്ങളിൽ, നിങ്ങളിൽ, നിങ്ങളിൽ. വാ തുറന്ന് പ്രാർത്ഥിക്കുക. കയ്യും കെട്ടി ആശാന പോലെ ഇരിക്കല്ലേ. കരം ഉയർത്തി കരം തട്ടി പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുക. ആമേൻ, ആമേൻ, ആമേൻ. കൃപ, 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 കൃപ. ഗാഡ്സ് ഹീലിംഗ് പവർ, ഗാഡ്സ് ഹീലിംഗ് പവർ. ക്യാൻസർ യേശുവിൻ നാമത്തിൽ ഞാൻ നരകത്തിൽ എറിയുന്നു. ക്യാൻസറാൽ ബാധിക്കപ്പെട്ട് മരണം നിശ്ചയിക്കപ്പെട്ട് എട്ടിരിക്കുന്ന 6 വ്യക്തികളിൽ കർത്താവ് തൊട്ട് ഇപ്പോൾ വിടുതൽ കൽപ്പിക്കുന്നു. ശപിക്കപ്പെട്ട ഗർഭങ്ങളെ കർത്താവ് തൊടുന്ന്, 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 തൊടുന്ന്. രഗാലദണ്ഡന ദലജന സകാലദണ്ഡന. ഹീലിംഗ് പവർ, ഹീലിംഗ് പവർ, ഹീലിംഗ് പവർ. നിങ്ങളിൽ, 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 നിങ്ങളിൽ. ഗലാത്യർ 6:2. തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പീൻ, ഇങ്ങനെ ക്രിസ്തുവിന്റെ ന്യായപ്രമാണം നിവർത്തിപ്പീൻ. തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പീൻ. ഒരിക്കൽ കൂടെ, തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പീൻ. തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പിൻ. ഭാര വയ്ക്കരുത്, ഭാരം ചുമക്കണം. നീ ഇരിക്കുന്ന സ്ഥലത്തിൽ, നീ ആയിരിക്കുന്ന സംഘടനയിൽ
നീ ആയിരിക്കുന്ന കുടുംബത്തിൽ, നീ ആയിരിക്കുന്ന ജോലി സ്ഥലത്ത് മറ്റവരുടെ ഭാരം ചുമക്കുവാനാണ് ദൈവം നമ്മെ ആക്കിയിരിക്കുന്നത്, ഭാര വയ്ക്കാനല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരാളെ സഹായിക്കുവാൻ, ഒരു സംഘടനയെ സഹായിക്കുവാൻ നിന്നെ നിർത്തിയിട്ടുണ്ടെങ്കിൽ, ആക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇടയ്ക്ക് കോമാളിത്തനം കാട്ടാനല്ല, ഭാര വയ്ക്കാനല്ല, ഭാരം ചുമക്കുവാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സിലായോ? മനസ്സിലായവർ കരം ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. തമ്മിൽ തമ്മിൽ ഭാരങ്ങള് ചുമപ്പിൻ. ഉൽപ്പത്തി പുസ്തകം 1:27 നമ്മ പഠിപ്പിക്കുന്നു, തന്റെ സ്വരൂപത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ഉൽപ്പത്തി പുസ്തകം 2:7 തന്റെ ജീവസുവാസം ജീവനായി അവന്റെ ശരീരത്തിൽ പകർന്ന്. ഉൽപ്പത്തി പുസ്തകം 2:18 നമ്മ പഠിപ്പിക്കുന്നു, മനുഷ്യൻ ഏകനായി ഇരിക്കുന്നത് നന്നല്ല എന്ന് ദൈവം കണ്ട്. ആടി മനുഷ്യൻ ആദാമിനെ ഉണ്ടാക്കിയ ദൈവം അവൻ ഏകനായി ഇരിക്കുന്നത് നന്നല്ല എന്ന് ദൈവം കണ്ട്. പിന്നെ എന്താണ് നല്ലത്? നല്ലത് അല്ല എന്ന് ദൈവം കണ്ടെങ്കിൽ എന്താണ് നല്ലത്? ഒരുവനേക്കാൾ ഇരുവർ ഏറെ നല്ലത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സഭാപ്രസംഗി 4:9 നമ്മ പഠിപ്പിക്കുന്നു, ഒരുവനേക്കാൾ ഇരുവർ ഏറെ നല്ലത്. എങ്ങനെ നല്ലത്? 10 നമ്മ പഠിപ്പിക്കുന്നു, ഒരുത്തൻ വീണാൽ മറ്റവൻ അവനെ എഴുന്നേൽപ്പിക്കും. ഇന്ന് കുടുംബ ജീവിതത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത് ഭർത്താവ് ഭാര്യയ്ക്ക് സഹായമായിരിക്കാൻ, ഭാര്യ ഭർത്താവിന് സഹായമായിരിക്കാൻ. നിന്നെ ഒരു സമൂഹത്തിൽ ആക്കി വച്ചിരിക്കുന്നത് അന്യോന്യം ഭാരം വഹിപ്പാൻ വേണ്ടിയാണ്. യോബിന്റെ ജീവിതത്തിൽ ഭാര്യ ഭാരം ചുമക്കുന്നതിന് പകരം ഒരു ഭാര്യയായി തീർന്നു വിശ്വാസ ജീവിതത്തിൽ. അങ്ങനെ ആയിത്തീരരുത്. ഭർത്താക്കന്മാരെ, നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ഭാരം വഹിക്കുന്ന സഹോദരന്മാരായി ജീവിക്കുക. ഭാര്യമാരെ, നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ഭാരം സഹിക്കുന്ന, ഭാരം വഹിക്കുന്ന വ്യക്തികളായി തീരുക. വേദ പുസ്തകം നമ്മ പഠിപ്പിക്കുന്ന മീക 6:4 പ്രകാരം മോശയെ സഹായിക്കുവാൻ, മോശയുടെ ഭാരം വഹിക്കുവാൻ 2 പേരെ കൂടെ കൊടുത്ത്, ഒന്ന് അഹരോൻ, മറ്റൊന്ന് മിരിയാം. മിരിയാമും അഹരോനും ഭാരം വഹിക്കുവാൻ, ഭാരം പങ്കിടുവാൻ. പക്ഷെ അവർ മുഖാന്തരം മോശയ്ക്കുണ്ടായ തലവേദന സംഖ്യ 12 രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. Let us not be burdened. Let us be helpful. Let us not be burdened. Let us be helpful. നമുക്ക് ഭാരം ചുമക്കുന്നവരായി മാറാം. ആമേൻ. ഈ ഭാരം കർത്താവിന്റെ കരത്തിൽ ഏൽപ്പിച്ചു കൊടുത്താൽ വളരെ എളുപ്പമാണ്. ഹല്ലേലൂയ. It's so easy. പാപം എന്നുള്ള ഭാരം നിനക്ക് വേണ്ടി ചുമന്നവൻ, രോഗം എന്നുള്ള ഭാരം നിനക്ക് വേണ്ടി ചുമന്നവൻ, ശാപം എന്നുള്ള ഭാരം നിനക്ക് വേണ്ടി ചുമന്നവൻ, നിന്റെ മരണം എന്നുള്ള ഭാരത്തെയും ചുമന്നവനാണ് നമ്മുടെ അപ്പൻ. ഭാരം നീ ചുമക്കരുത്, അവന്റെ കരത്തിൽ ഏൽപ്പിച്ചു കൊടുക്ക. നിന്റെ ഭാരം അവൻ ചുമക്കണമെങ്കിൽ ആദ്യം നീ അവന്റെ പൈഡലായി മാറണം. ഹല്ലേലൂയ. ഒരു കാട്ടിൽ ഇന്നത്തെ പോലെ വാഹനമൊന്നുമില്ല. അപ്പോഴപ്പോൾ അവിടെ കാളവണ്ടി അല്ലെങ്കിൽ ചുമട് താങ്ങി ഇങ്ങനെ കാളവണ്ടി പോയിക്കൊണ്ടിരുന്നു. കാളവണ്ടിയുടെ ഉടമസ്ഥൻ ഒരാൾ ചുമടും വച്ചിക്കൊണ്ട് വളരെ കഷ്ടപ്പെട്ട് നടക്കുന്ന കണ്ട് മനസ്സിലിഞ്ഞ് അയാളോട് പറഞ്ഞ്, സഹോദര വണ്ടിയിൽ കയറിക്കോ. ഇവൻ ചുമടും താങ്ങി ഇങ്ങനെ പോകുന്ന കണ്ടപ്പോൾ അയാൾ മനസ്സിലിഞ്ഞ് പറഞ്ഞ്, സഹോദര വണ്ടിയിൽ കയറിക്കോ. ഇവൻ വണ്ടിയിൽ കയറി ഇരുന്നു.
അല്പം കഴിഞ്ഞപ്പോൾ കാളവണ്ടിക്കാരന് ഒരു ശബ്ദം കേട്ട്, മുക്കും മുനകലും കേട്ട്. ഒരു മുക്കും മുനകലും പുറകിൽ കേട്ടപ്പോൾ എന്തു പറ്റി ഇവനെന്ന് നോക്കിയപ്പോൾ ഈ തല ചുമട് താഴെ ഇറക്കി വയ്ക്കാതെ വണ്ടിയിൽ അവൻ തല ചുമട് വച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. ഇതുപോലെയാണ് നാം യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കും മുമ്പ് നാം നമ്മുടെ ഭാരം ചുമന്ന്, ദൈവ മകനെ, ദൈവ മകളെ, യേശുവിനെ നിന്റെ രക്ഷിതാവായി കർത്താവായി സ്വീകരിച്ച് സെക്കൻഡ് മുതൽ നീ ഭാരം ചുമക്കേണ്ട ആവശ്യമില്ല. കർത്താവ് അരുളി ചെയ്യുന്നു, നിന്റെ ഭാരം എന്റെ മേൽ വച്ചുകൊള്ളുക, ഞാൻ പുലർത്തും. സുശീല ബാലരാമപുരം സാക്ഷി നിങ്ങൾ കേട്ടതാണ്. മകൻ വീട്ടിന്റെ മോഡിൽ നിന്ന് വീണ് മെഡിക്കൽ കോളേജിൽ കൊണ്ടിട്ട് ഡോക്ടർമാർ കൈമലർത്തി. ഇവനിന്ന് എഴുന്നേറ്റ് നടക്കുകയില്ല. 2 പ്രാവശ്യം ഡോക്ടർമാരെ പേഴ്സണലായി കണ്ട് ഓപ്പറേഷന് വേണ്ടി പണം കൊടുത്ത് ഒരു കാര്യം നടക്കുന്നില്ല. എന്റെ മകൻ നടക്കുകയില്ല. അവന് വൈദ്യന്മാർ കൊടുത്ത കെട്ടും മരുന്നും ഇട്ടുകൊണ്ട് 2 പേർ ചുമന്നുകൊണ്ട് എന്റെ വലതുഭാഗത്തിൽ 2-ാം ശനിയാഴ്ച ആരാധനയിൽ കൊണ്ട് ഇരുത്തി. God saw his plight. God saw his plight. അവന്റെ അവസ്ഥ എന്റെ ദൈവം കണ്ട്. God spoke to me. എന്റെ കർത്താവ് എന്നോട് സംസാരിച്ച്, ഇങ്ങനെ ഒരു ചെറുപ്പക്കാരൻ വന്നിരിപ്പുണ്ട്, ഞാൻ സൗഖ്യമാക്കുന്നു എന്ന് നീ വിളിച്ചു പറയുക. നീ വിളിച്ചു പറയുക. ആ സെക്കൻഡിൽ സൗഖ്യം. അതേ ആഴ്ചയിൽ ദുബായിൽ കടന്നുപോയി. ഇന്ന് ദുബായിൽ ഉദ്യോഗസ്ഥനാണ്. ഭാരം കർത്താവിൽ ഏൽപ്പിച്ച് കൊടുക്കാം. അവസാനം വേദ പുസ്തകം നമ്മ പഠിപ്പിക്കുന്ന സങ്കീർത്തനം 37:8 4-ാം വചനം. സങ്കീർത്തനം 38:4-ാം വചനം ശ്രദ്ധിക്കാം. എന്റെ അകൃത്യങ്ങൾ എന്റെ തലയ്ക്ക് മീതെ കവിഞ്ഞിരിക്കുന്നു, ഭാരമുള്ള ചുമടുപോലെ അവ എനിക്ക് അതിഘനമായിരിക്കുന്നു. ഹല്ലേലൂയ. നാം ചെയ്യുന്ന പാപം നമുക്ക് ഒരു ഭാരമാണ്. ആദ്യം നാം ധ്യാനിച്ചത് കഷ്ടത, ഒരു ഭാരം. രണ്ടാമത് നാം ധ്യാനിച്ചത് മറ്റവരുടെ അവസ്ഥ നമുക്കൊരു ഭാരം. മൂന്നാമത് നാം ധ്യാനിക്കുവാൻ പോകുന്നത് നമ്മുടെ പാപപ്രവർത്തനം നമുക്കൊരു പാപം, നമുക്കൊരു ഭാരം. ചൈന രാജ്യത്ത് ഒരു പ്രത്യേക വർഗത്തിലുള്ള ജനം പാമ്പിന്റെ ഉപ്പിലിട്ട് വച്ചിരിക്കുന്ന പാമ്പ് സാപ്പിടും. സ്നേക്ക് പിക്കിൾ. പാമ്പിനെ ഉപ്പിലിട്ട് തിന്നും. അങ്ങനെ ഒരു റെസ്റ്റോറന്റിൽ ഒരു തടിച്ച് കൊളുത്ത പാമ്പിനെ അടിച്ച് കൊന്ന് ഒരു ഭരണിയിലാക്കി ഉപ്പും മുളകും ചേരേണ്ട മസാലയൊക്കെയും ചേർത്ത് ഭരണിയെ കെട്ടി ഇറക്കി വെച്ചു. മാസങ്ങൾ കഴിഞ്ഞ് പാമ്പ് ഉപ്പിലിട്ടത് സാപ്പിടുവാൻ വേണ്ടി തുറന്നപ്പോൾ ഒരു സംഭവം സംഭവിച്ചത് കെട്ടിയ കെട്ടിൽ ഒരു ദ്വാരമുണ്ടായിരുന്നു കാറ്റകത്ത് കടക്കുവാൻ. ഈ ശരിക്കും ചാകാത്ത ഈ പാമ്പ് ഈ കാറ്റിനെ ശ്വസിച്ച് അതിന്റെ ഉപ്പും മസാലയും തിന്ന് പണ്ടേക്കാൾ കൊടുത്ത് പുഷ്ടിയായിരുന്ന് ഇയാൾ തുറന്ന ഉടൻ തന്നെ പത്തിയെടുത്ത് അവനെ കൊന്ന്. ഇറ്റ് ഹാപ്പൻഡ്. അതുപോലെ പാപം പതുക്കി കൊണ്ട് നടക്കുന്നുവോ ഒരു നാൾ നിന്നെ അത് കൊല്ലും. It will kill you. റോമർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം 11-ാം വചനം നമ്മെ പഠിപ്പിക്കുന്നു, പാപം നിന്നെ ഒരു നാൾ ചതിക്കും, പാപം നിന്നെ ഒരു നാൾ കൊല്ലും. ഹല്ലേലൂയ. ഷഡിസവാക്യം 5-ാം അധ്യായം 22 നമ്മെ പഠിപ്പിക്കുന്നു, പാപം നിന്നെ ഒരു നാൾ പിടിച്ചടക്കും. വേദ പുസ്തകത്തില് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ന്യായാധിപന്മാർ പുസ്തകം
16 അധ്യായം 20 ഫെലിസ്ത്യന്മാർ ശിംശോനെ ആക്രമിക്കാൻ വരുന്നെന്നറിഞ്ഞപ്പോൾ അവൻ ഒന്ന് പഴയതുപോലെ കുടഞ്ഞു ഒഴിഞ്ഞ് എഴുന്നേറ്റ്. പക്ഷെ പഴയതുപോലെ കാര്യം നടക്കുന്നില്ല. ദൈവത്തിന്റെ ശക്തി അവനെ വിട്ടുപോയത് അവൻ അറിഞ്ഞില്ല. കാരണം പാപം, അവന്റെ ജീവിതത്തിൽ കടന്നു വന്ന പാപം അവന്റെ ശക്തിയെ നഷ്ടപ്പെടുത്തി കളഞ്ഞു. പാപം ഒരു ഭാരം. സങ്കീർത്തനക്കാരൻ എഴുതുന്നു, സങ്കീർത്തനം 40:12 മേൽപോട്ട് നോക്കുവാൻ കഴിയാതെ എന്റെ അകൃത്യങ്ങൾ എന്നെ എത്തിപ്പിടിച്ചിരിക്കുന്നു. ആമേൻ. എന്റെ അകൃത്യം എന്നെ എത്തിപ്പിടിച്ചിരിക്കുന്നു. യോബ് ഭക്തൻ എഴുതുന്നു, യോബുവിൻ പുസ്തകം 7 അധ്യായം 20 പ്രകാരം, എനിക്ക് തന്നെ ഞാൻ ഭാരം, എനിക്ക് തന്നെ ഞാൻ ഭാരം. I am burdened to myself. Job says, I am burdened even to myself. എനിക്ക് തന്നെ ഞാൻ ഭാരം. എങ്ങനെ ഭാരം? 21 യോബ് വ്യാഖ്യാനിക്കുന്ന, മോചിക്കപ്പെടാതെ അതിക്രമം, ക്ഷമിക്കപ്പെടാതെ അക്രമം, ഇത് രണ്ടും ഭാരമാണ്. മോചിക്കപ്പെടാതെ അകൃത്യം, ക്ഷമിക്കപ്പെടാത്ത അതിക്രമം, ഇത് രണ്ടും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഭാരമാണ്. പാപം മോചിക്കുവാൻ കഴിവുള്ളവൻ ഏകൻ. മത്തായി സുവിശേഷം 9:6 പ്രകാരം രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന, ഭൂമിയിൽ മനുഷ്യരുടെ പാപം മോചിക്കുവാൻ ദൈവപുത്രൻ ക്രിസ്തുവിന് അധികാരം ഉണ്ട്. ക്രിസ്തുവിന് മാത്രമേ അധികാരം. ആകയാൽ അവന്റെ അടുക്കൽ കടന്നു വരിക, ചെയ്തുപോയ തെറ്റുകുറ്റം ദൈവസനെ ഏറ്റുപറയുക, മോചനം പ്രാപിക്കുക, അത് എന്നേക്കും വീക്ഷിക്കുക. ഭാരം മാറിപ്പോകും. നിന്റെ ഭാരം ക്രിസ്തുവിന്റെ മേൽ വച്ചുകൊള്ളുക, അവൻ നിങ്ങളെ പുലർത്തും. എഴുന്നേൽക്കാം. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. വാ തുറക്കാം, വാ തുറക്കാം. കരം ഉയർത്തി, കരം തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്താം. എല്ലാവരും ഒരുപോലെ വാ തുറന്നാട്ടെ, ഹൃദയം തുറന്ന് നിലവിളിച്ചാട്ടെ. ദൈവ പൈതല് വാ തുറന്ന് ദൈവത്തെ സ്തുതിക്കുക. ദൈവജനം ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവകൃപ ദൈവജനത്തിൽ വ്യാപരിക്കുന്നു. ദൈവകൃപ ദൈവജനത്തിൽ വ്യാപരിക്കുമ്പോൾ ദൈവജനം ശക്തി പ്രാപിക്കുന്നു. ആകയാൽ നീ അടങ്ങി ഇരിക്കരുത്, സ്തുതിക്കുക. ആമേൻ, 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 ആമേൻ. അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു. സ്വർഗം നിങ്ങൾക്കായി തുറക്കപ്പെടുന്നു. ശരീരത്തിൽ നൂലോ ചരടോ കെട്ടിട്ടുള്ളവർ അറുത്ത് കളയുക. ശരീരത്തിൽ രക്ഷക്കുഴലോ നൂലോ കെട്ടിയിട്ട് ഇവിടെ നിൽപ്പുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അറുത്ത് കളയുക. നീ അനുഗ്രഹം പ്രാപിപ്പാൻ അത് തടസ്സമാണ്. ദൈവ പൈതലേ, ഹൃദയം തുറക്കുക, ഹൃദയം തുറക്കുക, ഹൃദയം തുറക്കുക. ദൈവ സന്നിധിയിൽ നിലവിളിക്കുക, ദൈവ സന്നിധിയിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുക. സ്വർഗത്തിലെ തിരുകൃപ നിങ്ങളിൽ 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 വ്യാപരിക്കുന്നു. അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു. വാ തുറന്ന് യാചിക്കുക. യേശു കർത്താവേ, എന്റെ ജീവിതത്തിൽ കടന്നു വരണമേ. വാ തുറക്കുക, വാ തുറന്ന് യാചിക്കുക. യേശു കർത്താവേ, എന്റെ ഹൃദയത്തിൽ കടന്നു വരണമേ. അതാണ് അത്ഭുതം, അതാണ് ഏറ്റവും വലിയ അത്ഭുതം.
വാ തുറന്നാട്ടെ, വാ തുറന്നാട്ടെ, വാ തുറന്നാട്ടെ. അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു. കരം ഉയർത്തി കരം തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തുക. കരം ഉയർത്തി കരം തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തുക. കരം ഉയർത്തി കരം തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തുക. ടീ 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 ടീ. പുതുഭാഷകൾ സംസാരിക്കുക, പുതുഭാഷയിൽ സംസാരിക്കുക, പുതുഭാഷയിൽ സംസാരിക്കുക, പുതുകൃപയിൽ നിറയുക. ആമേൻ. വാനം ഇറങ്ങി വരുന്നു, സ്വർഗം ഇറങ്ങി വരുന്നു, സ്വർഗം ഇറങ്ങി വരുന്നു. ആമേൻ. കൃപ കൃപ കൃപ. മക്കളില്ലാത്ത അനേകരെ കർത്താവിട തൊടുന്നു. എന്തോ ഒന്ന് ഇടിഞ്ഞ് ഇറങ്ങി പോകുമ്പോൾ കർപ്പട്ടിലൊരു ചലനം ഇപ്പോൾ ഉണ്ടാകുന്നു. ജീവൻ 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 ജീവൻ. മക്കൾ ഇല്ലാത്ത അനേകരെ കർത്താവിട തുടർന്ന് ശപിക്കപ്പെട്ട് ഗർഭങ്ങളെ കർത്താവ് അനുഗ്രഹിക്കുന്നു. എന്തോ ഒന്ന് ഇടിഞ്ഞ് ഇറങ്ങി പോകുമ്പോൾ കർത്താവിന്റെ ജീവൻ നിങ്ങളെ കർപ്പട്ട് ശുദ്ധീകരിക്കുന്നു. ജീവൻ 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 നിങ്ങളിൽ. പഠിച്ചിട്ട് ജോലിയില്ലാതെ നിലവിളിക്കുന്ന ഇവിടെ യുവാക്കളിൽ ഈ പുട്ടാണ്ട്, ഈ 2011 ദൈവ പൈതലേ നിങ്ങൾക്ക് അനുഗ്രഹത്തിന്റെ ആണ്ടാകുന്നു. ആമേൻ. തടസ്സം മാറിപ്പോകുന്നു, തടസ്സം മാറിപ്പോകുന്നു, തടസ്സം മാറിപ്പോകുന്നു, തടസ്സം മാറിപ്പോകുന്നു. ഇത് മാനത്തിന്റെ ആണ്ടാണ്. ഇവിടെ യുവാവേ, ദൈവത്തെ വിശ്വസ്തയോട് അനുഗമിക്കുന്ന ഇവിടെ യുവാവേ, നിനക്ക് ദൈവം മാനം കൽപ്പിക്കുന്ന ആണ്ട്. അഗ്നി 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 അഗ്നി. കൃപ 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 ദൈവ കൃപ. അവൻ തൊടുന്നു, യേശു തൊടുന്നു, യേശു നിങ്ങളെ തൊടുന്നു, യേശു നിങ്ങളെ തൊടുന്നു. God touches and heals everyone. 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 Amen. ആത്മാവിൽ നിറയുക, നിറയുക, നിറയുക. ടീ 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 ടീ. റഗ്ഗാലദന്തന ജലാശഗാലദന്തനദബ. ആമേൻ ആമേൻ. ആത്മബലത്താലെ കോട്ടകൾ തകർത്തിടാം, രോഗം ദുഃഖം മാറിയിടും. യേശുനാമത്തിൽ ഇനി ശോകമില്ല, ജയം നാമ കാമഹാസമേ. ഇനി ശോകമില്ല, ജയം നാമ കാമഹാസമേ. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടടാം തന്റെ പ്രിയ ജനമേ, ഉണർന്നീണ്ടുക. തന്റെ വേലയെ തികച്ചു നാം ഒരുങ്ങിയിടുക. തന്റെ വേലയെ തികച്ചു നാം ഒരുങ്ങിയിടുക. കാലമേറെ ഇല്ലല്ലോ, കാകളം നാം കെട്ടിടാം. കാലമേറെ ഇല്ലല്ലോ, കാകളം നാം കെട്ടിടാം. കണ്ടൻ പാറാറാ നാമും പോകാറായി, കണ്ടൻ വാരാറായി, നാമും പോകാറാ. കണ്ടൻ പാറാറാ. അഗ്നി നാമും ടീ ടീ ടീ. കണ്ടൻ പാറാറാ. നാമും പോകാറാ. കണ്ടൻ പാറാറാ. നാമും പോകാറാ.
ശാപങ്ങൾ തകർന്നിടും യേശുവിന്റെ നാമത്തിൽ ഭൂതങ്ങൾ വിട്ടോടിടും യേശുനാമത്തിൽ ഇനി ശോകമില്ല ജയം നാമോപഹാസമേ ഇനി ശോകമില്ല ജയം നാമോപഹാസമേ യേശുവിന്റെ രക്തത്താൽ എടുക്കപ്പെടാം തന്റെ പ്രിയ ജനമേ ഉണർന്നിടുക തന്റെ വേലയെ തികച്ചു നാം ഒരുങ്ങിടുക തന്റെ വേലയെ തികച്ചു നാം ഒരുങ്ങിടുക കാലമേറെ ഇല്ലല്ലോ കാകളം നാം കേട്ടിടാം കാലമേറെ ഇല്ലല്ലോ അഭിഷേകം ഇറങ്ങി വരുന്നു അഭിഷേക ശക്തി 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 ഇറങ്ങി വരുന്നു ആമേൻ നിങ്ങളെ ലോക്കാക്കി നിങ്ങളിൽ തന്നെ സ്വർഗത്തിലെ അഭിഷേക അഗ്നി ഇറങ്ങി വരുന്നു സ്വർഗത്തിലെ അഭിഷേക ശക്തി നിങ്ങളുടെ മേൽ ഇറങ്ങി വരുന്നു Yes, it flows. God's anointing flows. God's anointing flows. God's anointing flows. Galadan dhanadabala jabara kaladan dhanadaba ti 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 agni 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 Agni, 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 Agni. Kruba, 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 Naraiha, Naraiha, Naraiha. നിറയുക ആത്മാവിൽ നിറയുക ആത്മാവിൽ നിറയുക ആത്മാവിൽ നിറയുക ഹല്ലേലൂയ കട്ടികൾ മാറുന്നു കട്ടികൾ മാറുന്നു മുളകൾ തെറിക്കുന്നു ശാപക്കയറുകൾ പൊട്ടുന്നു പൊട്ടുന്നു രോഗം മാറുന്നു ക്യാൻസർ മാറുന്നു ഹാർട്ട് അറ്റാക്ക് മാറുന്നു ഗർഭത്തെ അടച്ചു വെച്ചിരിക്കുന്ന അടയും തടസ്സം മാറുന്നു ടീ 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 നമ്മുടെ ജനത്തോട് കൂടെ പോകണം ഈ ലോകം ഇവർ ആരെന്ന് അറിയട്ടെ പിതാവേ അറിയട്ടെ രാജ കൂടെ പോകണം ഇവരെയും ഇവർക്കുള്ളതെയും കാത്തുകൊള്ളണം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഞങ്ങളുടെ വിലാസം മിനിസ്ട്രി ഓഫ് ജീസസ് പ്രയർ ഗാർഡൻസ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ പോസ്റ്റ് ബോക്സ് നമ്പർ 20 നെയ്യാറ്റിങ്കര തിരുവനന്തപുരം 695121 ഫോൺ 0471 222 0100